ഹലോ മക്കളെ, യെസ് അവന്യ മിസ് ആണ്. അപ്പൊ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ അടുത്ത എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാ നിങ്ങളോട് ഒരു കാര്യം പറയണ്ടേ, ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, A+ ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കണം കേട്ടോ. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുന്നില്ലേ, ആ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകും ജോയിൻ അവർ A+ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങുന്ന PDF, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസർ ഷീറ്റ്, ആൻസർ കീ, അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈസി നോട്ട്സും ഈ A+ ഗ്രൂപ്പിൽ വെറും ഫ്രീ ആയിട്ട് തരികയാണ്. ഓക്കെ, തികച്ചും ഫ്രീ ആണ്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, എല്ലാവരും കമന്റ് ബോക്സിലെ ലിങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ക്ലിക്ക് ചെയ്യുക, ജോയിൻ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂപോർട്ട് ആപ്പിൽ ഫസ്റ്റ് ചാപ്റ്റർ തികച്ചും ഇനി മുതൽ ഫ്രീ ആണ്. ഓക്കെ, എന്ത് ചെയ്താൽ മതി, നിങ്ങളെ നമ്മളിപ്പോ ഐഫോണിലാണെങ്കിൽ ആപ്പ് സ്റ്റോർ, അതുപോലെ തന്നെ ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലേ സ്റ്റോർ ഉണ്ടാവും. അപ്പൊ അതിൽ കയറിയിട്ട് ജസ്റ്റ് എഡ്യൂപോർട്ട് ആപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, എഡ്യൂപോർട്ട് ആപ്പ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾ ക്ലാസ് ചൂസ് ചെയ്യാനുണ്ടാവും, ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക, ക്ലാസ്സും ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ എഡ്യൂപോർട്ട് ആപ്പിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ് എല്ലാത്തിനും എന്തുണ്ടാകും, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ കണ്ടോളാം, പെട്ടെന്ന് തന്നെ പഠിച്ചോളാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് വരികയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ടുവാർഡ്സ് എ 100-fold yield, അല്ലെങ്കിൽ വിളയിക്കാം 100 മേനി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ. ഇവിടുത്തെ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം വർഗസങ്കരണമാണ്, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളും ഉള്ളതുമായ ചെടികളാണ് നമ്മൾ വർഗസങ്കരണത്തിൽ എടുക്കുക. അതായത് ഒരേ വർഗമായിരിക്കണം, സെയിം സ്പീഷീസ് ആയിരിക്കണം, അതിന് വ്യത്യസ്ത അല്ലെങ്കിൽ ഡിഫറെന്റ് എന്ത് വേണം, ക്വാളിറ്റീസ് വേണം. ഇപ്പൊ നമ്മൾ തക്കാളി എടുക്കുന്നെങ്കിൽ തക്കാളി തന്നെ എടുക്കണം. ഇപ്പൊ നമ്മൾ മുളക് എടുക്കുന്നെങ്കിൽ എടുക്കണം. തക്കാളിയും മുളകും എടുക്കാൻ വേണ്ടി പാടില്ല. സെയിം ആൾക്കാരായിരിക്കണം, ബട്ട് എന്ത് വേണം, അതിന് ഡിഫറെന്റ് ക്വാളിറ്റീസ് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് പുതിയൊരു വിത്ത് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് മിസ് ഇപ്പൊ വായിച്ചു തരുന്നില്ല, നിങ്ങൾക്ക് എന്നെ വായിച്ചു നോക്കാവുന്നതാണ്. വായിച്ചു തന്നാൽ എന്ത് ചെയ്യും, വീഡിയോ ലെങ്ത് ആവും. ഓക്കെ, അപ്പോ പഠിക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതും കൂടിയാണ്. അതായത് സസ്യവും അതുപോലെ തന്നെ അതിന്റെ സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സ്. ഓക്കെ, മുളകിന്റെ സങ്കരയിനം വിത്തുകൾ ഉജ്ജ്വല, ജ്വാലാമുഖി അല്ലെ. മുളക് കഴിച്ചു കഴിഞ്ഞാൽ തീ പോലെ എരിയും, ജ്വാല പോലെ എരിയും എന്ന് ഓർമ്മിക്കുക. ദെൻ പയറ് അഥവാ പി അല്ലെ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പയറ് പോലത്തെ ജ്യോതികക്ക് എന്തൊരു ഭാഗ്യമാണ് എന്ന് ഓർമ്മിക്കുക. പിന്നെയോ നെല്ല് അഥവാ പേടി അല്ലെ, പവിത്ര, അന്നപൂർണ. പവിത്രന്റെ അന്നം നെല്ലാണ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത തെങ്ങ് അല്ലെ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ചന്ദ്ര എന്നുള്ള വേർഡ്സ് ഒക്കെ എന്തായിരിക്കും, തെങ്ങിന്റെ ഹൈബ്രിഡ് സീഡ്സ് ആയിരിക്കും. അപ്പോ തെങ്ങിൽ കാണുന്നത് ചന്ദ്രേട്ടനാണ് എന്ന് ഓർമ്മിക്കുക. അടുത്തത് വെണ്ട അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ. സൽകീർത്തി, കിരൺ അല്ലെ, സൽകീർത്തിയായ കിരണിനെ നമുക്ക് വേണ്ട എന്ന് ഓർമ്മിക്കുക. വെണ്ട, ലേഡീസ് ഫിംഗർ. ഓക്കെ, ഇങ്ങനെ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റേഴ്സ്. ഇവിടെ 4 ആൾക്കാർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് കേരള കാർഷിക സർവകലാശാല, അതായത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, മണ്ണുത്തി, തൃശ്ശൂരാണ്. അതായത് അഗ്രികൾച്ചർ ചെയ്യുക എവിടെയാണ്, മണ്ണിലാണ്. മണ്ണുത്തി, തൃശ്ശൂർ എന്ന് ഓർമ്മിക്കുക. രണ്ടാമത്തെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അതായത് സെന്റർ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെവിടെയാണ്, തിരുവനന്തപുരത്തിലെ ശ്രീകാര്യത്താണ്. മൂന്നാമത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, കോട്ടിൽ റബ്ബർ കിട്ടി, കോട്ടയം റബ്ബർ ട്ടോ, കോട്ടിൽ റബ്ബർ കെട്ടി എന്ന് ഓർമ്മിക്കാം. ദെൻ നാലാമത്തെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ്. അതെവിടെയാണ്, കാസർഗോഡാണ്. കാസർതോട്ട എന്ന് ഓർമ്മിച്ചാൽ മതി. തോട്ടവിള, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്സ്. ദെൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ജൈവവളങ്ങൾ അതുപോലെ തന്നെ രാസവളങ്ങൾ. എന്താണ് ജൈവവളം, എന്താണ് രാസവളം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിലും ഇങ്ങനെ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചാൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തൊന്നും ഉണ്ടാവുക എന്ന് ഓർമ്മിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജൈവ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നു, ഒബ്റ്റെയിൻ ഫ്രം
ഓർഗാനിക് മാറ്റർ അല്ലെ. ജൈവ വസ്തുക്കളിൽ നിന്നാണ് ജൈവവളം കിട്ടുന്നെങ്കിൽ രാസവളം എവിടുന്ന കിട്ടുക? രാസവസ്തുക്കളിൽ നിന്ന് കിട്ടുക അല്ലെ. ഇത് മണ്ണിന് ദോഷകരമല്ലെങ്കിൽ ഇതെന്തായിരിക്കും? മണ്ണിന് ദോഷകരമായിരിക്കും. ഇത് കൂടുതൽ അളവിൽ വേണ്ട വന്നാൽ ഇതെന്തായിരിക്കും? കുറച്ചളവിന് മതി അല്ലെ. ഇതെന്താണ്? ഒരു നിശ്ചിത ഘടകമായിട്ട് കൊടുക്കാൻ പറ്റൂലെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു നിശ്ചിത ഘടകമായിട്ട് കൊടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പൊ നോക്കാം, ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്റർ. രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യവസായികമായി നിർമ്മിക്കുന്നു അല്ലെങ്കിൽ രാസവസ്തുക്കളിൽ നിന്ന് കിട്ടുന്നു അല്ലെ. പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയലി. ദെൻ കൂടുതൽ അളവിൽ വേണ്ടി വരും. അവിടെ എന്താ? കുറഞ്ഞ അളവിൽ വന്നി അല്ലെ. ഇവിടെ എന്താ? ഹയറും, ഇവിടെ എന്താ? ലെസർ ക്വാണ്ടിറ്റിയും. മണ്ണിന് ദോഷകരമല്ല, ഇവിടെ എന്താ? മണ്ണിന് ദോഷകരമാണ് എന്ന് എഴുതിയാൽ മതി. ഒരു നിശ്ചിത ഘടകം മാത്രമായി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ എന്തായിരിക്കും? ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും അല്ലെ. അതായത് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മള് തേർഡ് ടോപ്പിക്സ്. തേർഡ് ടോപ്പിക്. ഇനി ഇതാ നാലാമത്തെ ടോപ്പിക് ആണ് സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയറിംഗ് ഓഫ് സിൽക്ക് വർം, അതായത് പട്ടുനൂൽ പുഴുവിനെ വളർത്തലിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഫ്ലോറികൾച്ചർ എന്താ? ഫ്ലോറി അല്ലെ. എന്താ? പുഷ്പകൃഷിയാണ് നമ്മൾ ഫ്ലോറികൾച്ചർ എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്താണ്? തേനീച്ച വളർത്തൽ അല്ലെ. തേനീച്ച കുത്തുമ്പോൾ അപ്പോ എന്ന് പറയും എപ്പികൾച്ചർ. ദെൻ ഫോർത്ത് വൺ ഈസ് പിസികൾച്ചർ. ഫിഷ് അല്ലെ. ഫിഷിനെ വളർത്തൽ എന്താണ്? പിസികൾച്ചർ ആണ്. അടുത്തത് ലൈഫ് സ്റ്റോക്ക് റിയറിംഗ്, അതായത് കന്നുകാലി വളർത്തൽ. പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, എരുമ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ കന്നുകാലി വളർത്തലിന് നമ്മൾ എന്താ പറയാ? യെസ്, ലൈഫ് സ്റ്റോക്ക് റിയറിംഗ്. ഇനി എന്താ? പൗൾട്രി ഫാമിംഗ്, അതായത് ഇവിടെ നിങ്ങൾക്ക് ഹെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹെന്ന് മാത്രമല്ല ബേർഡ്സും ഒക്കെ എന്താണ്? പൗൾട്രി ഫാമിങ്ങിലാണ് വരിക. ദെൻ മഷ്റൂം കൾച്ചർ, മഷ്റൂം വളർത്തൽ അല്ലെങ്കിൽ കൂണ് വളർത്തൽ. അടുത്ത ക്യൂണി കൾച്ചർ. റാബിറ്റ് ക്യൂട്ടാണ്. ക്യൂണി കൾച്ചർ എന്ന് പറഞ്ഞാൽ റാബിറ്റിനെ വളർത്തലിനെയാണ് നമ്മൾ ക്യൂണി കൾച്ചർ എന്ന് പറയാം. അപ്പൊ ഇതുപോലെ അടിപൊളിയായിട്ട് എന്തുണ്ടാവും? യെസ്, നമ്മുടെ സൂപ്പർ ബാച്ച്, ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യാനുള്ള ഇതാ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 17-നാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് എന്താ? മാത്സിന്റെ ഫൗണ്ടേഷൻ, ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ പ്ലസ് USSും കൂടി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. USSനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം എക്സാമിൽ എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് വാങ്ങുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ എന്തായിരിക്കും? ഭയങ്കര ടൈറ്റ് ആക്കിയിട്ട് മാത്രമേ USSൽ നിങ്ങളെ സെലക്ട് ആക്കുള്ളൂ. എഴുതി വെച്ചോ, നല്ല ടൈറ്റ് ആയിരിക്കും നിങ്ങളെ സെലക്ഷൻ എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ എന്താ ചെയ്യേണ്ടത്? ഓണം എക്സാമിന് എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് വാങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ആപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക? വേഗം നിന്ന് സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അതായത് പിന്നീട് അപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 2599 തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് കിട്ടും, പ്രോമിസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതാ സബ്മിറ്റ് ചെയ്ത മക്കളാണെങ്കിൽ ജസ്റ്റ് സെറ്റ് എന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ പേരും കമന്റ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു സ്മൈലി മിസ്സിന്റെ ഈ ഒരു വീഡിയോന് താഴെ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ആപ്പിൽ കാണാം. അപ്പൊ അതുവരെ ബൈ.